എല്ലാവരും പറഞ്ഞത് കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കൈയാണ് മുറിച്ചു മാറ്റിയത്. ഡോക്ടർമാർക്കെതിരെ വലിയ വിവാദങ്ങൾക്കും പരാതികൾക്കും ശേഷം ഒരു കേവലമായ അച്ചടക്ക നടപടിക്കപ്പുറം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും വുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരും എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കാർ സഹായമൊക്കെ ഉണ്ടാകുന്നൊക്കെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് 2 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് പറഞ്ഞു. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴേ പാസ്സാക്കിയതാണ്. പക്ഷേ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവളുടെ ചികിത്സേൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും നമുക്ക് ശരിയായിട്ടില്ല. കാരണം ഇപ്പോൾ കൈ വയ്ക്കാൻ പോണതേ നമുക്ക് റബ്ബറിൻ്റെ കൈയാണ്. പക്ഷേ എല്ലാ ആരോഗ്യ വകുപ്പ് അന്ന് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതുവരെ അവിടെ നിന്ന് ഒരു നടപടിയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ എന്താണ് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകാർ നമുക്ക് അങ്ങനെ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് PMR വട്ട്, അവിടെയാണ് നമുക്ക് നമ്മൾ പോയിരിക്കുന്നത്. 25-ാം തീയതി ചെക്കപ്പിന് പോയപ്പോൾ അവിടെ പോകണം പറഞ്ഞു. അവിടെ പോയിട്ട് അല്ലല്ലോ, അത് ഈ കോഴിക്കോട് ഈ ആശുപത്രിൻ്റെ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ യാതൊന്നും പിന്നെ നിങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല, നമ്മൾ കുറേ പിന്നെ ഇവിടെ വന്നിട്ട് മീഡിയക്കാരെ കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. ഇപ്പോൾ ഈ കുട്ടിയുടെ തുടർ ചികിത്സയെ കൂടി ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വിളിച്ച് പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കെല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മരുന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ, പിന്നെ വേറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ലക്ഷം രൂപ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരു 2-3 ആഴ്ചയായി, അവിടെ നിന്ന് 1 മാസം ആകാനായി. എന്നിട്ട് നമുക്ക് ഇതുവരെ ഒന്നും നടപടിയൊന്നും കിട്ടും. ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉള്ള പണം 2 ലക്ഷം രൂപ എപ്പോൾ കിട്ടും എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കിട്ടുന്ന പറഞ്ഞത്. ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കിട്ടിയിട്ടില്ല, കിട്ടുന്ന പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് കുറേ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങിയല്ലോ, നിങ്ങൾക്ക് ലഭിക്കുന്നൊരു മറുപടി എന്താണ്? നമ്മളിവരെ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ അവരെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് MLA എന്തോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവർ ഡിസ്ചാർജായി വന്നപ്പോഴും അവർ നമ്മളെ വിളിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ വീട്ടിൽ പോയി കണ്ടു. അപ്പോഴവർ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും ഓക്കെ അത് കിട്ടുമായിരിക്കുമെന്ന് കരുതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ തന്നെ സംഘടനയുടെ പ്രതിനിധി ഈ MLA നേരിട്ട് വിളിച്ചിരുന്നു. MLA നേരിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്, അത് കിട്ടും, 2 ദിവസം കൊണ്ട് അവർക്ക് ആ പൈസ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവർ വീണ്ടും വിളിച്ചു, ഈ കുടുംബം വിളിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പ്രയാസത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങളിപ്പോൾ പാലക്കാട് വന്ന് കുട്ടിയുമായി ഞങ്ങൾ CWC ചെയർമാനെ കണ്ടിരുന്നു, അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ കണ്ടിരുന്നു. ഇപ്പോൾ കളക്ട്രേറ്റിൽ പട്ടികജാതി വികസന വകുപ്പിൽ പോയിട്ട് നമ്മളവിടെയും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ തുടർ ചികിത്സ, അതുപോലെ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോകുന്നില്ല, അതുപോലെ ഈ ഫാമിലി പട്ടികജാതി ഫാമിലിയാണ്, വളരെ പ്രയാസത്തിൽ, സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ലാത്ത ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവണം. സർക്കാരിൻ്റെ തീർച്ചയായും സംവിധാനത്തിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവാണല്ലോ, സർക്കാർ ഏറ്റെടുക്കണം. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കുടുംബത്തോട് തികഞ്ഞ അവഗണന ആണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഒന്ന് വന്നു കാണുക പോലും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. കുട്ടിയുടെ ചികിത്സയും അതുപോലെ അവളുടെ വിദ്യാഭ്യാസവും അവളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, അതവർ നിർവഹിക്കണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ കുടുംബത്തിന് എത്രയും വേഗത്തിൽ ഈ സർക്കാരിൻ്റെ സഹായം എത്തണം. അത് ഈ ഒരു കേവലം പെട്ടെന്നുള്ള സഹായം എന്നുള്ളതിനപ്പുറത്തിന് ഈ കുട്ടിയുടെ ഭാവി പൂർണ്ണമായി സുരക്ഷിതമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.